വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അമ്മ എന്നെ മാല കെട്ടാനൊക്കെ പഠിപ്പിച്ചിരുന്നു കേട്ടോ. എൻ്റെ അമ്മയ്ക്കും മേമയ്ക്കും ഒക്കെ തറവാട് ക്ഷേത്രത്തിൽ കഴകമുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ആ ഒരു സാഹചര്യത്തിൽ വളർന്നുകൊണ്ട് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അമ്മ എന്നെ മാല കെട്ടാനൊക്കെ പഠിപ്പിച്ചു. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. എൻ്റെ ഉത്സാഹം കണ്ടിട്ടാണ് അമ്മ എന്നെ പഠിപ്പിച്ചത്. ആദ്യമൊക്കെ വാഴനാരോ ഇങ്ങനെ പിരിച്ച് മാലയൊക്കെ കെട്ടുമ്പോൾ ലൂസായിട്ടൊക്കെ പൂവൊക്കെ താഴെ പോവുമായിരുന്നു. പക്ഷെ എന്നാലും എനിക്കത് വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ പിന്നെയും മാല കെട്ടും. അങ്ങനെ മാല കെട്ടാനൊക്കെ പഠിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് സരസ്വതി പൂജയല്ലേ, ഇന്ന് വിദ്യാരംഭ ദിവസമല്ലേ. അപ്പോൾ എനിക്ക് തോന്നിയൊരു തുളസി മാല കെട്ടാൻ. വേറെ പൂക്കളൊന്നും നമ്മുടെ തൊടിയിൽ കിട്ടിയില്ല. വെള്ളപ്പൂവും കൂടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ തുളസി ഇലയൊക്കെ തലേ ദിവസം തന്നെ നുള്ളി എടുത്ത് വെച്ചു. വാഴനാർ അമ്മ റെഡിയാക്കി തന്നു. രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ചതേ തുളസി മാലയും റെഡിയായി. ഇനി ഇത് നമ്മൾ അമ്പലത്തിലേക്ക് കൊണ്ടുപോകണം കേട്ടോ, സരസ്വതി ദേവിക്ക് ചാർത്താൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട് എൻ്റെ മാല? അടിപൊളിയല്ലേ? കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിജയദശമി ആശംസകൾ.